ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുലർച്ചെ മുതൽ മക്കളെ സ്കൂളിലേക്ക് പോകുന്നത് വരെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നും പുലർച്ചയ്ക്ക് 3 മണിക്ക് നീക്കുന്നതാണ് കേട്ടോ. 3 മണി 3:10 ആകുമ്പോൾ നീക്കുന്നതാണ്. ഇന്ന് പാകം നേരം വൈകിട്ടോ. ഒന്ന് 3:10 അലാറം അടിച്ചിട്ട് വീണ്ടും ഓഫാക്കി ഒന്നും കൂടി അവിടെ കിടന്നു കേട്ടോ. അങ്ങനെ 3:30 കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ വന്നപ്പോൾ. അപ്പോൾ വേഗം ചായയൊക്കെ വെച്ചു കേട്ടോ. പാൽ ചായ വെച്ചു, കട്ടൻ ചായ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചപ്പാത്തിക്ക് കുഴച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചത് നല്ല ചൂടല്ലേ, ചൂടുവെള്ളത്തിലാണ് കേട്ടോ, തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ഞാൻ കുഴച്ച് വെക്കലുള്ളത്. പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊങ്ങിയൊക്കെ കിട്ടും, പക്ഷേങ്കിൽ അതിനൊരു ബലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല മയമാണ്. അപ്പോൾ അതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആവി പോകുമ്പോഴത്തേനും ഇതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൽച്ചായയിലും കട്ടൻ ചായയിലും ഒക്കെ മധുരമൊക്കെ ഇട്ട് അതൊക്കെ കുറച്ച് ചായ എടുത്തിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കുപ്പി പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ പിന്നെ ചൂടാറിയിട്ടേ ആക്കി ഒഴിക്കുള്ളൂ. ഒന്ന് പിന്നെ ഫ്ലാസ്ക് ഉണ്ട്, അപ്പോൾ അതിൽ പാൽച്ചായ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരത്തെ എന്തിനാ നീക്കുന്നതെന്ന് എല്ലാവരും ഓരോ കമൻറ്റിൽ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഏട്ടനും അച്ഛനും ടാപ്പിംഗ് ആണ്. ചിലർക്കൊന്നും അറിയണ്ടാവില്ല, റബ്ബർ വെട്ടാണ് പണി കേട്ടോ. ഞങ്ങളിവിടെ വെട്ടാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും കേട്ടോ. പക്ഷെ ചിലയിടത്ത് വെട്ടാണ് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കൂലേ. അപ്പോൾ ഓൾക്ക് റബ്ബർ വെട്ടാണ് പണി. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ പോകും കേട്ടോ. അപ്പത്തിനും ഇതൊക്കെ ആവണം, ചായയും കടിയും കറിയും വെള്ളവും എല്ലാം കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നേരത്തെ നീക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ സാവകാശം നീച്ചാൽ മതി. ഈ ഒരു സമയത്ത് നീക്കിയോണ്ട് തന്നെ കുറച്ച് ഉറക്ക് പോയാലും വേഗം പണികളൊക്കെ ഒരുങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഇതാ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത് കുക്കറിൽ വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. കുക്കറിലാണെങ്കിൽ 2 വിസിലടിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ കുറേ സമയം വേണം തിളയ്ക്കാൻ. അപ്പോൾ മുട്ട വേഗം തോലൊടിച്ചത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഉപ്പിട്ട് കൊടുത്താലും ചില സമയത്ത് തോലൊടിച്ചാൽ കിട്ടുക തന്നെ അല്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് ഉരുളയൊക്കെ പിടിച്ച് അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു നേരം വഴുകി നീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ കാര്യം പറയണ്ട കേട്ടോ, ആകെ കടന്ന് പടയണം. അപ്പം ഞാൻ വീഡിയോ എടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ എന്നും വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ സമയം ഒരുപാട് പോകും കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം വേണം വീഡിയോ കൂടി എടുക്കുകയാണെങ്കിൽ. ഇപ്പം പിന്നെ കുറേ വീഡിയോ എടുത്തെടുത്ത് ശരിയായിട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ഒരാളിങ്ങനെ നമുക്ക് എടുത്തു തരാൻ വേണം, എന്നാലും ഒരു സുഖമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറിയ അടുപ്പത്തേക്ക് മുട്ട വെച്ചിട്ട് പിന്നെ ചീഞ്ചട്ടിയിൽ ഉള്ളിയും പച്ചമുളകൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചപ്പാത്തിയും പരത്തുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, 4:30 മുന്നേ ആയിട്ട് ഒരു പോകും കേട്ടോ. ചില ദിവസം 4:30 കഴിഞ്ഞിട്ടാവും പോവുക. ഈ പെലച്ചയ്ക്ക് നമുക്ക് ദോശയോ പുട്ടൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഇല്ലെങ്കിൽ കലക്കി പറഞ്ഞ ദോശയൊക്കെ ആണെങ്കിലും എളുപ്പമാണ്. ഇതെന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും പത്തിരി അതുപോലെ നൂൽപുട്ട് അതൊക്കെ ആണെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, പച്ചരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പച്ചരി ഉള്ളത് എടുത്തിട്ട് ഞാൻ പൊടിപ്പിച്ചു. ഇനിയിപ്പോൾ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടോ റേഷൻ കടയിൽ നിന്ന്. പക്ഷേ എങ്കിൽ റേഷൻ കടയിൽ നിന്ന് പ്രാവശ്യം പച്ചരി ഇല്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് വാങ്ങന്നെ വേണ്ടി വരും. അപ്പോൾ പത്തിരിപ്പൊടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് തറവാട്ടിൽ നിന്ന് അമ്മായി തന്നതാണ് കുറച്ച് ഗോതമ്പ് പൊടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ പച്ചരി ആണെങ്കിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. റേഷൻ കടയിൽ പച്ചരി ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ, ചാക്കരി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഇനി എന്തായാലും നാളെ ഒന്ന് പറഞ്ഞയച്ച് നോക്കണം, കിട്ടുകയാണെങ്കിലും എഴുതിയിട്ട്. അപ്പം ഇനി വീട്ടിൽ കുറച്ച് പച്ചരി ഉണ്ടെന്ന് പറഞ്ഞത് പോയി കൊണ്ടുവരണം. പച്ചരി ഇല്ലെങ്കിൽ എന്താണ് നന്ദൂട്ടിന് ദോശ വേണം കേട്ടോ. അപ്പോൾ ഭയങ്കര കച്ചറയാകും ഇല്ലെങ്കിൽ. പിന്നെ നമുക്ക് ഈ പലച്ചയ്ക്കൊക്കെ ഉണ്ടാക്കാനും എളുപ്പം ദോശ ഇഡ്ഡലിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മുട്ടക്കറി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ കണ്ണം. അപ്പം ഞാൻ ഇന്ന് ആളുമ്പോൾ ഓരോ മുട്ടയൊന്നും എടുക്കണില്ല, ഒരു 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കിയാണ്ട് മുറിച്ചിട്ട് അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറീൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയി എടുക്കണമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ തീരെ സമയമല്ല, 3:30 കഴിഞ്ഞിട്ടാണ് നീച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ സമയത്തിനോട് മല്ലടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തിന് എന്തായാലും പറഞ്ഞയക്കണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ വെട്ട് തീരാനും പാലെടുക്കാനും ഒക്കെ നേരം വഴുകൂട്ടോ. അല്ലെങ്കിൽ തന്നെ ഈ മഴ ഉണ്ടാവുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കയറി നിന്നിട്ടും അല്ലാതെയൊക്കെ വേണം അവിടെ എത്താനും പണിയെടുക്കാനും ഒക്കെ കേട്ടോ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ മുട്ടക്കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വാട്ടിയിട്ട് പിന്നെ നാളികേരവും പെരിഞ്ചീരകവും അരച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തു, ഉപ്പും ചേർത്ത് അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അതാണ് മുട്ടക്കറി എന്ന് പറയാനുള്ളത്. അപ്പോൾ പലരും പല വിധത്തിലാവൂലേ ഉണ്ടാക്കുക. അപ്പോൾ അതാ ചപ്പാത്തി ചുടലും മുട്ടക്കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ചുടൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചപ്പാത്തി ഒരുക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതിങ്ങി പാത്രത്തിലാക്കണം. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ചട്ടിയിൽ ഞാൻ ദോശ ഉണ്ടാക്കലുണ്ട് കേട്ടോ, എണ്ണ പരത്തിയാണ്ട്. ചപ്പാത്തി ഇത് തന്നെ ഇങ്ങനെ ചുടുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ, ഇനി ദോശ ചുടുമ്പോൾ കിട്ടൂലേ എന്നുള്ള ഒരു പേടിയൊക്കെയാണ്. പത്തിരിച്ചട്ടി ഞാൻ ഗ്യാസുമ്മ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ. ഈ മൺചട്ടി ഗ്യാസുമ്മ വെക്കുന്നത് ഭയങ്കര പേടിയാണ്. പിന്നെ ഒരു കൽച്ചട്ടി ഉണ്ട്, അതിൽ മീൻ കറിയൊക്കെ വെക്കും കേട്ടോ ഗ്യാസുമ്മ. അല്ലാത്തതൊക്കെ മൺചട്ടിയൊക്കെ ഗ്യാസുമ്മ വെക്കാൻ പേടിയാണ്, പെട്ടെന്ന് വിള്ളെന്നൊക്കെ പറയണേ കേട്ടോ. എനിക്കറിയില്ല എന്താന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഗ്യാസുമ്മ തന്നെ ശീലമാവണം എന്നൊക്കെ പറയണേക്കാം. പക്ഷെ നമ്മൾ കുറേ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അത് ഗ്യാസുമ്മ വെക്കുമ്പോൾ എന്താവും എന്നറിയില്ലല്ലോ. പിന്നെ ഓരെ പറഞ്ഞയച്ചു കേട്ടോ, ഓർക്കൊക്കെ ചായയും വെള്ളവും എല്ലാം അതും ആക്കിയിട്ട് ഓരെ പറഞ്ഞയച്ച്. പിന്നെ ഒരു 5 മണിയൊക്കെ ആകാൻ സമയത്താണ് ഞാൻ അടുക്കളയിൽ നിന്ന് പോയിട്ട് കിടന്നത് കേട്ടോ. കിടക്കാന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യലാണ്, അല്ലാതെ ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് ഉറങ്ങും. പിന്നെ 7 മണിക്കാണ് ഒന്ന് അടുക്കളയ്ക്ക് വരിക. ഇനിയിപ്പോൾ മക്കൾക്ക് കൊണ്ടുപോകാൻ ചോറും കറിയൊക്കെ ആക്കണ്ടേ, അപ്പോൾ 7 മണിക്ക് വന്നാലും മതി കേട്ടോ. അപ്പോൾ അതാ നീച്ചുടനെ തന്നെ ഓരെ ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ണനെയും അനുട്ടീനെയും വിളിച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് വായിക്കുകയാണെങ്കിലും വിചാരിച്ചിട്ട് വിളിച്ചതാണ്. നന്ദൂട്ടനെ അവിടെ ഉറങ്ങുന്നുണ്ട്. നന്ദൂട്ടനെ പിന്നെ ഇപ്പോൾ ഒന്നും വിളിക്കൂല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടേ വിളിക്കുള്ളൂ. പിന്നെ ഒന്ന് വേഗം തീയൊക്കെ പിടിപ്പിച്ചിട്ട് വേഗം പോയിട്ട് കുളിച്ചു കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, രാവിലെ തന്നെ ഒന്ന് കുളിക്കാൻ തോന്നി. അപ്പം അങ്ങനെ കുളിച്ചിട്ടോ. നീരിറക്കത്തിൻ്റെ സൂക്കട് ഉണ്ടാവുകൊണ്ടാണ് ഞാൻ കുളിക്കാത്തത്. രാവിലെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കുളിക്കലുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അനുട്ടീനെ 2 പ്രാവശ്യം വിളിച്ചിട്ടാണ് നീച്ചിട്ടുള്ളത് കേട്ടോ. കണ്ണനെ പിന്നെ ഒരിക്കൽ വിളിച്ചാൽ മതി, അപ്പോൾ വേഗം നീക്കും. അപ്പോൾ കണ്ണനെ അവിടെ വായിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, വായിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പം അമ്മയും നീച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ തലേ ദിവസം കടല വെള്ളത്തിലിട്ടുണ്ട്. പിന്നെ പെലച്ചയ്ക്ക് ഞാൻ നീച്ചപ്പോൾ കുറച്ച് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തലേദിവസത്തെ കുറച്ച് ചോറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ഓരോ വഴിക്ക് ആക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ കടല ഞാൻ വേഗം വേവിക്കട്ടെ വെച്ചു. അപ്പോൾ കടലയും കൊണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു റെസിപ്പി എന്നോട് ഒരുപാട് പേര് നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് ചോദിച്ചിരുന്നു കേട്ടോ, ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഇടുക എന്നുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്, തീയൊക്കെ ഒന്ന് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കടല റോസ്റ്റിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിച്ചവരൊക്കെ ഒന്ന് കണ്ടു നോക്കുകൊണ്ട് എന്നിട്ട് അതേപോലെ ഒന്ന് ഉണ്ടാക്കും വേണം കേട്ടോ. പിന്നെ എന്താ, സോയാബീൻ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടേക്കും പച്ചവെള്ളത്തിൽ ഇട്ടേക്കും കേട്ടോ. അപ്പോൾ പച്ചവെള്ളത്തിൽ ഇട്ടേക്കാണെങ്കിൽ കുറച്ച് അധികം സമയം വേണം. അപ്പോൾ ഞാൻ കിടക്കാൻ പോയപ്പോൾ അങ്ങനെ പച്ചവെള്ളത്തിൽ ഇട്ടിച്ച് പോയതായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് കഷ്ണം മുറിച്ച് അതിൽ ചിക്കൻ മസാലയും ഉപ്പും ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിരുമ്മിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും അതിക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നന്ദൂട്ടിന് അത് മാത്രം ചേർത്തിട്ട് വറുത്ത് കൊടുക്കണേന് ഇഷ്ടമുള്ളത്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അവിടെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ റേഷൻ കടയത്തെ അരിയാണ് കേട്ടോ ആദ്യം വെക്കുന്നത്, അപ്പോൾ അനുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ റേഷൻ കടയത്തെ അരി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, റേഷൻ കടയിൽ പോയി നോക്കണം അരി കിട്ടൂലേ എന്നുള്ളത്. പിന്നെ വേവുള്ളതാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങും കേട്ടോ. ഇവിടെ ഏട്ടനും മക്കൾക്കും എന്തായാലും റേഷൻ കടയത്തെ അരി തന്നെയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ ഇവിടെ 2 വിധം ചോറ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണം കേട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞത് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയണത് പുതിയ കൂട്ടുകാർ ഒരുപാടുണ്ട്. അപ്പോൾ ഓർക്കൊന്നും അറിയില്ലല്ലോ എന്താ എങ്ങനെയെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നാളികേരമൊക്കെ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. കറിക്ക് വേണ്ടിയിട്ടാണ് ചിരകി വെക്കുന്നത്. അപ്പോൾ ഇന്ന് പരിപ്പും ചേനത്തണ്ടും കറി വെക്കണം എന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേഗം വന്നിട്ട് മക്കളെ വിരിപ്പും പുതപ്പൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടോ. എനിക്ക് നീച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. അപ്പോൾ 2 ആളവിടെ കിടന്നാണ് പഠിക്കണതും എഴുതണോ കേട്ടോ. ഒരു കഥയാണ് പഠനമൊക്കെ, നമ്മളിങ്ങനെ എടുത്ത് പോയിരിക്കണം എന്നാലുള്ള ഒക്കെ ശരിയാവുക. അപ്പോൾ റേഷനരി കുറച്ചൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി വേവൊക്കെ ആകുമ്പോൾ ആ തലേദിവസത്തെ ചോറുണ്ടല്ലോ, അത് നല്ല വേവുള്ള അരിയാണ് കേട്ടോ, അത് അതിലിട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ നല്ല വേവിച്ച് കഴിഞ്ഞാൽ റേഷനരിക്ക് ഒട്ടലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു പുതിയ ചോറും ആവും കേട്ടോ, നല്ല ചോറാവും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. രാത്രി കഴിക്കുമ്പോൾ നല്ല ചോറിനായിട്ടിരിക്കും. ഇനിയിപ്പോൾ വേണമെങ്കിൽ അതിൽ 2 തരി കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ കുക്കറിൽ ഞാൻ കടല വെച്ചിരുന്നല്ലോ, അതൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആയ പാത്രങ്ങൾ വേഗം കഴുകി വയ്ക്കുകയാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഇപ്പോൾ സിങ്ക് നിറയും. അപ്പോൾ ചില ദിവസം ഞാൻ ശ്രദ്ധിക്കാനില്ല കേട്ടോ, ലാസ്റ്റ് കണ്ട് കഴുകാന്ന് വിചാരിക്കും. അപ്പോൾ ആകെ ഭയങ്കര പണിയായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഈ ആയ പാത്രങ്ങൾ അങ്ങനെ കഴുകി വയ്ക്കുകയാണെങ്കിൽ ഒരു സമാധാനമാണ്. അപ്പോൾ എന്നും നമ്മൾ ഒരേ രീതിയിലൊന്നല്ല പണിയെടുക്കുക, എന്നും പല പല വിധത്തിലാവൂലേ, ഓരോ സാഹചര്യത്തിനനുസരിച്ചാവും ഓരോ ദിവസവും കാണിക്കുക അല്ലേ. അപ്പോൾ ഇന്ന് ഇതാണ് ചേനത്തണ്ടും പരിപ്പുമാണ് കറി കേട്ടോ. ചേനത്തണ്ടും ചക്കക്കുരു വെക്കലുണ്ട്, അത് മോരൊഴിച്ച് വെക്കും, അല്ലാതെ വെക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പരിപ്പും ചേനത്തണ്ടുമാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ടൊന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ അമ്മ അതാ പല്ല് വയ്ക്കാൻ ഇറങ്ങിയപ്പോൾ 2 കൊള്ളി വിറക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പുറത്താ തൊടിയിൽ നിന്ന്. അപ്പോൾ അമ്മ അത് വേഗം പൊട്ടിച്ചാണ്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി മഴ കൊള്ളണ്ടായിരുത്തിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പോൾ ഈ 2 ചുള്ളി എപ്പോൾ കിട്ടിയാലും അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. പിന്നെ അതാ കടല റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇതാ ചെറിയ ഉള്ളിയും ഒരു സവോളയും പച്ചമുളക് കറിവേപ്പില നാളികേരക്കൊത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ.
വാട്ടിയെടുക്കുക പറഞ്ഞാൽ ഒന്ന് പതുക്കിയൊന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ഒരുപാട് ഫ്രൈ ആയി വരുമൊന്നും വേണ്ട, ഈ രീതിക്കൊന്നും ആയി കിട്ടണം കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അപ്പം മുളക് പൊടിയിലേക്കാളും കൂടുതലായിട്ട് കുരുമുളക് പൊടി തന്നെ ഇടണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയാനുള്ളത്. ഇപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു കുറച്ചും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അതാ കടല വേവിച്ചത് വയ്ക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ വെള്ളം വറ്റുമ്പോഴേക്കും ആ മസാല കൈമയ്ക്ക് നല്ലോണം പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചങ്ങാണ്ട് വെക്കരുത് കടല വേവിക്കാൻ. അപ്പോൾ കുറച്ചേ വെക്കാവൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പെരിഞ്ചീരകം കൂടി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും ചേർത്ത് കൊടുക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ അതാ മക്കൾക്ക് കൊണ്ടുപോകാനുള്ളത് ഓരോരുത്തർക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ. കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കറി എന്ന് പറഞ്ഞാൽ മുട്ടക്കറിയാണ് കേട്ടോ. കണ്ണന് മുട്ടക്കറിയും ചപ്പാത്തിയാണ് കൊണ്ടുപോകുന്നത്. ഓന് ചോറ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചോറ് അതേപോലെ തിരിച്ചിങ്ങോട്ട് കൊണ്ടു കേട്ടോ. നേരെ മറിച്ച് ചായക്കടിയാണ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഇഷ്ടമാണ്, അത് കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഓനുള്ള ചപ്പാത്തിയും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഓൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. എന്താ വെച്ചാൽ രാവിലെ എന്താ ഉണ്ടാക്കി വെച്ചാൽ അതാണ് കൊണ്ടുപോയിക്കോളും. അതിനൊട്ടിക്ക് പിന്നെ അങ്ങനെ മതി. പക്ഷെ എന്നാലും ഒരാൾക്ക് ഞാൻ ചോറ് കൊടുത്തയക്കും കേട്ടോ. സ്കൂളിലേക്ക് പോണ മക്കളുണ്ടെങ്കിൽ ചോറ് കൊണ്ടുപോകണം അല്ലേ. അപ്പോഴുള്ളൂ അമ്മമാർക്ക് രാവിലെ അടുക്കളയിൽ പണിയെടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അമ്മ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ണന് ചായയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരൊക്കെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പരിപ്പൊന്ന് കഴുകി വെക്കുകയാണ്. അടുപ്പത്തുനിന്ന് കടല റോസ്റ്റ് വാങ്ങാനായിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ അടുപ്പത്ത് തന്നെ അതുകൊണ്ട് വെക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് എന്നോട് എന്തിനാ വേഗം ഈ പണി ഒരുക്കണത് കേട്ടോ. അപ്പോൾ രാവിലെ അടുപ്പിലാണ് തീ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചടപടയെ നമ്മൾ പണിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആ തീയണ്ട് കെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കത്തിക്കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. പക്ഷേ കത്തിച്ചാലോ നല്ലോണം കത്തുട്ടോ. നല്ല ചൂടാണ് ഈ ഒരു അടുപ്പ്. പിന്നെ ഈ ഒരു അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്യാസുമ്മയ്ക്ക് നമുക്ക് കൊണ്ടുപോകാനും തോന്നൂല കേട്ടോ. പിന്നെ ഈ പെലച്ചക്കത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് എന്തായാലും ഗ്യാസുമ്മലേ നടക്കുള്ളൂ. 3 മണിക്കൊക്കെ നീക്കണമെങ്കിൽ ഞാൻ പിന്നെ 2 മണിക്ക് നീക്കേണ്ടി വരും, അടുപ്പൊന്ന് കത്തി ചൂടായി കിട്ടണമെങ്കിൽ കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് പെലച്ചക്ക എന്തായാലും ഗ്യാസുമ്മ തന്നെ കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അനുട്ടി ഇതങ്ങനെ ചായയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം മുട്ട നോക്കി എടുക്കുകയാണ് കേട്ടോ. ദോശയാണെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കട്ടുള്ളൂ. ചപ്പാത്തി ആവുകൊണ്ട് ഇഷ്ടമാണ്. എന്താണെങ്കിലും ഒന്നേ രാവിലെ തിന്നുള്ളൂ കേട്ടോ. അപ്പോൾ കടല റോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേഗം അത് അടുപ്പത്ത് തന്നെ തെരിയമ്മ പറഞ്ഞിട്ട് അതും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ണനും വന്ന് വാങ്ങിയിട്ടുണ്ട്. അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഇവിടെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി കാണിച്ചവർക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ നന്ദൂട്ടനെ ഞാനൊരു 8:30 ആയിട്ടാണ് എടുത്തത് കേട്ടോ പോയാണ്ട്. ഇപ്പം എന്താ പറയുക, സ്കൂളിലേക്ക് പോവലൊക്കെ ഒന്ന് ശീലമായിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ നീക്കൂല കേട്ടോ. മറ്റേതെന്ന് പറഞ്ഞാൽ ഇന്നുണ്ടമ്മ അന്നുണ്ടോ വെച്ചിട്ട് നേരത്തെ നീക്കും, ഒരു സ്വൈര്യം തരൂല കേട്ടോ. ഇപ്പോൾ ആൾക്ക് ഏതായാലും കുറേയൊക്കെ ശീലമായിട്ടുണ്ട്. എന്നാലും കൊണ്ടേക്ക് പോരുമ്പോൾ ഒരു സങ്കടമാണ്. അതിപ്പോൾ ഇല്ലാതിരിക്കൂലല്ലോ അല്ലേ. ഒരുവിധം കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ വെന്തിട്ടുണ്ട്. റേഷനരീൻ്റെ ചോറ് ഞാൻ കുറച്ചങ്ങോട്ട് തിളച്ചപ്പോൾ റൈസ് കുക്കറിക്കാണ് ഇറക്കി വെച്ചിട്ടോ. അടുപ്പൊന്ന് ഒഴിഞ്ഞ് കിട്ടണ്ടേ വിചാരിച്ചിട്ട്. അപ്പം നന്ദൂട്ടം മൂത്രമൊക്കെ ഒഴിച്ച് വന്നിട്ട് ഏട്ടനോട് ഓരോ പരാതി പറയാൻ കേട്ടോ. തലേ ദിവസം കിടക്കുന്നതിൻ്റെ മുന്നേ ഓരോ എന്തെങ്കിലും തല്ലൊക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പരാതികളും തെറ്റൊക്കെ എപ്പോഴും മറന്നിട്ടുണ്ടാവില്ല കേട്ടോ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഓനൊന്ന് എടുത്ത് സോപ്പിട്ട് ഏട്ടൻ മുട്ടായി കൊണ്ടുവന്ന് തരണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതാക്കിയാണ് കേട്ടോ. ഇവിടെ വികൃതി കാട്ടാൻ നന്ദും കാട്ടും, പക്ഷേ എങ്കിൽ ഏതുണ്ടാക്കി വയ്ക്കുക കണ്ണനാണ് കേട്ടോ. എപ്പോഴും എന്തെങ്കിലും ഒന്ന് തോണ്ടി വയ്ക്കുക ഓനാണ്. പിന്നെ മറ്റോല് രണ്ടാളും അങ്ങനെ കൂടി അങ്ങനെ തല്ലൊക്കെ കൂടലുണ്ട് കേട്ടോ. അതില്ലാത്ത കുട്ടികളുണ്ടാവില്ല അല്ലേ. രാവിലെ പിന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ. മക്കളെ സ്കൂളിലേക്ക് പോകണ്ടേ, അപ്പോൾ ഓരെല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ പുറത്ത് പതുക്കെ ഒന്ന് മഴ ചാറുന്നുണ്ട് കേട്ടോ. മക്കൾ പോകാനാകുമ്പോഴത്തേക്ക് പെയ്യോന്ന് അറിയില്ല. ഇടയ്ക്കൊരു വെളിച്ചമൊക്കെ കാണാണ്ട്. അപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തിന്നുന്നത് കേട്ടോ. വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും അത് കഴിച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പും ചേനത്തണ്ടും കറിയൊക്കെ വെന്ത് തേങ്ങയൊക്കെ അരച്ച് പാർന്ന് പിന്നെ അതിലേക്ക് കടുകൊന്ന് താളിച്ച് ഒഴിച്ചു കേട്ടോ. ഇതാണ് ഇന്നത്തെ കറി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയത്തെ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങി. ഇനിയിപ്പോൾ വേവുള്ള അരിയാണ് അടുപ്പത്ത് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ മക്കളെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അതിനിപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ അമ്മ ഇറക്കി വയ്ക്കും കേട്ടോ റൈസ് കുക്കറിക്ക്. പിന്നെ അതാ മക്കളെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്